ഒരിടത്ത് ഒരു കാട്ടിൽ ഒരു വലിയ സിംഹം താമസിച്ചിരുന്നു. ഒരു ദിവസം അത് തണലുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ എലി കളിച്ചോടി അവിചാരിതമായി ഉറങ്ങിക്കിടന്ന സിംഹത്തിന്റെ ശരീരത്തിലൂടെ ചാടിപ്പോയി. ഇതറിഞ്ഞ് സിംഹം ഞെട്ടിയുണർന്നു. സിംഹത്തിന് ദേഷ്യം വന്നു. അത് കൈപ്പത്തിക്കൊണ്ട് എലിയെ പിടികൂടി. എലി പേടിച്ച് വിറച്ചുപോയി. "കാട്ടിലെ രാജാവേ, എന്നെ വെറുതെ വിടണേ. ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. എന്നോട് കരുണ കാണിച്ചാൽ ഒരു ദിവസം ഞാൻ ഈ ഉപകാരം തിരിച്ചു ചെയ്തേക്കാം," എലി സിംഹത്തോട് കെഞ്ചി പറഞ്ഞു. ഒരു കൊച്ചെലിക്ക് തന്നെപ്പോലൊരു സിംഹത്തെ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്നോർത്ത് സിംഹം ചിരിച്ചുപോയി. എങ്കിലും അതിന്റെ അപേക്ഷ കേട്ട് സിംഹത്തിന് ദയ തോന്നി. സിംഹം എലിയെ സ്വതന്ത്രനാക്കി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സിംഹം കാട്ടിലൂടെ നടക്കുമ്പോൾ അത് ഒരു വേട്ടക്കാരൻ വെച്ച വലയിൽ കുടുങ്ങിപ്പോയി. സിംഹം തന്റെ ശക്തി ഉപയോഗിച്ച് വല പൊട്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. അത് വേദനയോടെ അലറി. സിംഹത്തിന്റെ അലർച്ച കേട്ട് അതിനെ സഹായിക്കാൻ ആ ചെറിയ എലി ഓടിയെത്തി. എലി ഉടൻ തന്നെ വലയുടെ കയറുകൾ ഓരോന്നായി അതിന്റെ മൂർച്ചയുള്ള പല്ലുകൾ ഉപയോഗിച്ച് കരണ്ടു മുറിക്കാൻ തുടങ്ങി. കുറഞ്ഞ സമയം കൊണ്ട് എലി കയറുകൾ മുറിച്ചുമാറ്റി. അങ്ങനെ ശക്തനായ സിംഹം വലയിൽ നിന്ന് മോചിതനായി. തന്റെ ജീവൻ രക്ഷിച്ചതിന് സിംഹം എലിയോട് നന്ദി പറഞ്ഞു. വലുതോ ചെറുതോ ആകട്ടെ, എല്ലാവർക്കും മറ്റൊരാളെ സഹായിക്കാൻ സാധിക്കുമെന്ന് അന്ന് സിംഹത്തിന് മനസ്സിലായി. ഗുണപാഠം: ചെറിയ ഉപകാരങ്ങൾ പോലും ഒരിക്കലും പാഴായിപ്പോകില്ല. കൂടുതൽ കഥകൾക്കായി ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.